കേരളത്തിലെ 3 മുന്നണികളും അതോടൊപ്പം തന്നെ സ്വതന്ത്രനായി മത്സരിച്ച അൻവറും ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തിയത്. അത്രത്തോളം ആവേശമുണ്ടായിരുന്നു. പക്ഷേ ഈ ആവേശമൊന്നും ഈ തെരഞ്ഞെടുപ്പ് ദിവസം കാണുന്നില്ല. നാം ഈ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെത്തുന്നത് വളരെ മന്ദഗതിയിലാണ്. അത് എന്തായിരിക്കും ഈ പ്രചരണം ഏറ്റെടുത്തിട്ടില്ലേ ജനങ്ങൾ? അല്ല, ഇതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട വേറൊരു രസകരമായ കാര്യം, അൻവർ തീർച്ചപ്പെടുത്തി. അൻവർ MLA ആണ്. അൻവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് സത്യപ്രതിജ്ഞ ചെയ്യണമല്ലോ, നിയമസഭയിൽ വന്ന് നടന്നായിരിക്കും. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ റോഡിന് ഇരുവശവും വലിയ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കുകയാണെങ്കിൽ ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പ് എണ്ണേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയമുണ്ട്. പോളിംഗ് അല്ലേ? അതെ, ഇത്രയും കാര്യങ്ങൾക്കൊന്നും പോകണ്ടായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പ് തന്നെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഷൗക്കത്ത് കഥ എഴുതുമെന്നാണ് പറയുന്നത്. ഇനി പോയിരുന്ന് കഥ എഴുതട്ടെ. സ്വരാജ് സെക്രട്ടേറിയറ്റിലും അവിടെ കാണും പിടിച്ചിരുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ആരുടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ കൂടോ ആരെങ്കിലും കൂടെ ആയിരിക്കാം. അപ്പം തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. BJPയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അത് പിന്നെ ഇത്ര വോട്ട് കൊണ്ട് നിൽക്കും എന്നുള്ളത് അങ്ങ് തീർച്ചപ്പെടുത്തിയതായിരിക്കും. ഈ മന്ദഗതിയിലാകുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2021 75% പോളിംഗ് നടന്നിട്ടുണ്ട്. 21 അന്ന് അൻവറുടെ ഭൂരിപക്ഷവും 2700 വന്നു. പിന്നെ 2016 അൻവറിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 12,000-13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അന്നായിരുന്നു അൻവർ ആദ്യമായി നിലമ്പൂരിൽ വിജയിക്കുന്നത്. അതന്ന് ഒരു LDF തരംഗത്തിൽ വിജയിച്ച് കയറുകയും പിന്നീട് 5 വർഷം ഇദ്ദേഹത്തിനെതിരെ നാം മുകേഷുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദം കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ മുകേഷിനെ കാണാനില്ല. അതിന് സമാനമായിരുന്നു അൻവറിനെയും ആ നിലമ്പൂർ മണ്ഡലത്തിൽ കാണാനില്ല. അദ്ദേഹം പിന്നീട് ഒരു വീഡിയോ ഇറക്കുകയാണ്, ഞാൻ ഇത് ആഫ്രിക്കയിലുണ്ട്, ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിയമസഭയിലും ഹാജര് കുറവായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും അപ്പം എനിക്ക് തോന്നുന്നത് ഈ നിലമ്പൂരിൽ എല്ലാവരും തീർച്ചപ്പെടുത്തി കാണും, ഇത് അനാവശ്യമായി ഉണ്ടാക്കി വെച്ച ഒരു തെരഞ്ഞെടുപ്പാണോ അല്ലേ? അതുകൊണ്ട് അതിനകത്ത് ചിലപ്പോൾ ഒരു നിസ്സഹകരണം കാണിക്കാം. പിന്നെ കാരണം അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ അതിന് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവർ ആദ്യം മത്സരിക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല. അതാണ് ഈ CPM BJP ബന്ധം പറഞ്ഞത്. അല്ല, അത് രാജീവ് ചന്ദ്രശേഖർ സ്ട്രെയിറ്റ് ആയത് കൊണ്ടാണ്. അദ്ദേഹം ഈ ഒരു ബിസിനസ്സുകാരനാണല്ലോ. പണം അനാവശ്യമായിട്ട് നമ്മൾ കളയരുത്, അതിൻ്റേതായ രീതിയിൽ കരുതലോടുകൂടി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവിടെ BJP ഞാൻ ചോദിച്ചോട്ടെ എത്ര വോട്ട് പിടിക്കും? 10,000 അല്ലെ 12,000 വോട്ട് പിടിക്കും. എത്ര പണമാണ് അവിടെ ചെലവഴിക്കുന്നത്? കേന്ദ്രം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ഈ പണമൊക്കെ കിട്ടിയിട്ട് ആ പണത്തിൻ്റെ പേരിൽ കുറേ ദിവസം ചെമ്മാളിച്ച് നടക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരന്മാരെല്ലാം കുറേ ദിവസമായിട്ട് ഒരു മാസമായിട്ട് തിന്നു കുടിച്ച് സുഖമായിട്ട് നടക്കുകയാണ്. ഇനി ആഘോഷത്തിൻ്റെ നാളുകളാണ്. ഇനിയും പഞ്ചായത്ത് വരുന്നു, നിയമസഭ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് പോളിംഗ് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട്, കേരളം മുഴുവൻ ഉണ്ട്. അതൊരു കാരണമാകാം. പിന്നെ ചില പ്രതിഷേധം പല ഭാഗത്ത് നിന്നും ഉണ്ടാകും. കാരണം നിലമ്പൂരുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗശല്യമാണ്. ഈ വന്യമൃഗശല്യം കാരണം ഇത്രയും കാലമായിട്ട് പരിഹാരം കാണാത്തത് കൊണ്ടൊരു പ്രതിഷേധവും അവർക്കുണ്ടാകാം. ഈ വിഷയം അവിടെ ഉന്നയിച്ചിട്ടുള്ളത് അൻവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഏത് വിഷയത്തിൽ പോയി? പലസ്തീൻ, ഹമാസ്, ഇറാന്, ഇസ്രായേൽ, ട്രംപ്, ഈ വിഷയത്തിലൊക്കെയാണ് പോകുന്നത്. പാവം പിടിച്ച് ഇവർക്ക് ഇവിടെ കഞ്ഞി കുടിക്കാൻ വക തേടുമ്പോൾ ഇവരുടെ അടുക്കൽ വന്ന് നിന്നിട്ട് ഹമാസും പിന്നെ ഹിസ്ബുള്ളയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് കാര്യം? അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും. പിന്നെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ പലരും ഒന്നും ഇവിടെ ഇല്ല, ഇവരൊക്കെ വിദേശത്തെ ജോലി, പഠനം ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയും അവിടെ പോളിംഗ് ശതമാനം കുറയുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേതിൻ്റെ അത്രയും പോളിങ്ങിൽ എത്താനുള്ള സാധ്യത
കുറവാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് കണക്ക് പ്രകാരം വന്നിട്ടുള്ളത് നിലമ്പൂരിൽ 62%, വഴിക്കടവിൽ 56%, മൂത്തേടത്ത് 58, എടക്കര 57.68, പോത്തുകല്ലിൽ 58.48, ചുങ്കത്തറ 60%, കരുളായി 57%, അമരമ്പലം 57. ഇങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല ഭാഗത്തും ഈ മഴയൊക്കെ അതിശക്തമായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മാറിയും തിരിഞ്ഞും ഉള്ള രീതിയിലുമാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു പോളിംഗ് ശതമാനം കുറയുന്നത് പണ്ട് കാലത്താണെങ്കിലുണ്ടല്ലോ, പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കണക്ക് കൂട്ടലാണ് ഈ അത് കോൺഗ്രസിന് അനുകൂലമാണ്. പണ്ട് അങ്ങനെയായിരുന്നു. പോളിംഗ് കൂടുമ്പോൾ LDF എന്നുള്ള രീതി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ കിട്ടുന്ന പോളിംഗ് വോട്ട് അല്ല, അത് പിന്നെ UDF എന്നാണ്. ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ അത് UDF എന്നുള്ളതാണ്. LDF വോട്ടെല്ലാം രാവിലെ തന്നെ ചെയ്തിരിക്കും. അത് പിന്നെ കൃത്യതമാണ് കേട്ടോ. CPM ആയാലും LDF ആയാലും വോട്ട് കൃത്യമായിട്ട് അത് അവരെ. അല്ല, ഇപ്പോൾ BJP വളർച്ചയ്ക്ക് പിന്നാലെ ഈ LDF പ്രവർത്തകരാണ് ഉച്ചയ്ക്ക് ശേഷം നോക്കി മാറ്റിയടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ. അതെ, അങ്ങനെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഈ വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉൾപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഉച്ചയ്ക്ക് ശേഷം ഈ സ്ത്രീകളുടെ ഒരു ഒഴുക്കുണ്ടാകാറുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ വോട്ടായിട്ടാണ് മുദ്ര കുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ തന്നെ പറയാറുണ്ട്, ചില സമയത്ത് ചിലയിടങ്ങളിൽ തീരദേശത്ത് നിന്ന് അതിശക്തമായിട്ട് 5 മണി 6 മണി കഴിഞ്ഞിട്ട് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ വോട്ടാണെന്നാണ് അപ്പം തന്നെ വിധി എഴുതാറുണ്ട്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനെ ചൊല്ലി പണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. എല്ലാവരും അപ്പം മനസ്സിലാക്കും, 50%, 55%, 60% ഒക്കെ ഉള്ളൂ, അപ്പോൾ കോൺഗ്രസ് കൊണ്ടുപോയി എന്നാണ്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തത്. ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. കാരണം കാലം മാറിയല്ലോ. ഇതനുസരിച്ച് വോട്ട് ചെയ്യുന്നവർ ഓരോ തരത്തിലും സൗകര്യത്തിനനുസരിച്ച് പോയി ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പക്ക CPMകാർ അവർ 10 മണിക്കകത്തെല്ലാം വോട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. പണ്ട് 2 മുന്നണികൾ മാത്രം, ഇപ്പോൾ മൂന്നാമതും ഒരു മുന്നണി. അതെ, ഇപ്പം ഇവിടുത്തെ നോക്കി വോട്ടുകളുണ്ട്. ഇനിയിപ്പം ഇന്നിപ്പം ഇനിയൊരു 3 ദിവസം ഇതിലുള്ള ഒരു വാദപ്രതിവാദമായിരിക്കും നടക്കുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള രീതിയിൽ ഇത് ആർക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പം അൻവർ ഇത്തരത്തിലുള്ള പ്രസ്താവനയൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ കുറച്ച് വോട്ട് പിടിക്കും. ഇല്ലാതെ അൻവർ ഇത്തരത്തിലുള്ള ഈ വിടുവായിത്തം പറയും, ഞാൻ നടന്നു വരും. അതായത് അല്ലെ, 2016 തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്നും ഇതിന് സമാനമായ ഒരു പ്രസ്താവനയായിരുന്നു PC ജോർജിന്റെ. പക്ഷെ അത് അവസാനം ശരിയായി വന്നു. അല്ല, അവിടെ ഈ PC ജോർജിന്റെ ഫേസും അൻവറിന്റെ ഫേസും നമ്മൾ വ്യത്യസ്തമാണ്. PC ജോർജ് ഈ പല മുന്നണികളിലും മാറി മാറി നിന്നിട്ട് വരികയും പറയാനുള്ളതൊക്കെ അങ്ങ് വളരെ തൻ്റെ ഇടത്തോടുകൂടി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ഇരു മുന്നണികളിലും ഇരിക്കുന്ന കാലത്ത് പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് PC ജോർജാണ്. അത് മനസ്സിലാക്കണം. ഇപ്പോൾ അത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പൂഞ്ഞാറിൽ എല്ലാ കാര്യങ്ങളിലും എത്തിയത് PC-യുടെ കാലത്താണ്. അത് ശരിയാണ്, PC-യുടെ മണ്ഡലം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ KM മാണിയുടെ മണ്ഡലമായാലും PJ ജോസഫിൻ്റെ മണ്ഡലമായാലും അവരെ പറ്റിയൊക്കെ നമ്മൾ പറയും, അവരൊക്കെ അഴിമതിക്കാരാണ്, അങ്ങനെയാണ്, KM മാണി അങ്ങനെയാണ്, ബാർക്കോഴ എന്നൊക്കെ പറയും. അവരുടെ മണ്ഡലത്തിൽ ചെന്ന് നോക്ക്, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ളവർക്കൊക്കെ എല്ലാ തരത്തിലുമുള്ള സഹായവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടൊക്കെയാണ് അതിനൊക്കെ വേണ്ട തരത്തിൽ എത്താതെ വരുന്നത്. അപ്പോൾ PC ജോർജിന് അങ്ങനെ ഒരിതുണ്ട്. PC ജോർജ് ഈ ഒരു മുന്നണിയുടെയും സഹായം സ്വീകരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ 2016 കേരളത്തിൽ ജയിച്ചിട്ടുള്ള ഒരു MLA ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. അത് PC ജോർജ് മാത്രം. ബാക്കിയുള്ളവരൊക്കെ ജയിച്ചത് മറ്റ് രീതിയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ടൊന്നും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അൻവർ 2016 ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പിന്നെ അൻവറിൻ്റെ ഒരു PC-യുടെ ഒരു ജനകീയതയൊന്നും അൻവറിന് ഇല്ല. PC ജോർജ് അവിടെ എല്ലാ കാര്യങ്ങളിലും സജീവമാണ്. ഇപ്പോഴും അവിടുത്തെ SDPIക്കാരൊക്കെ പറയാറുണ്ടല്ലോ, PC ആണ് ഇവിടെ എല്ലാം ചെയ്തത്.
പക്ഷേ പി സിയുടെ ചില പ്രസ്താവനകൾ കാരണം അവർ അകന്നു എന്നുള്ളതാണ്. അല്ല, ഇനി ചിലപ്പോൾ അറിയത്തില്ല, പി സി ജോർജിന് സമാനമായിട്ടും അൻവർ ജയിച്ചു വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.